പിൽഗ്രിംസ് എബോർഡ്. പുതിയൊരു പ്രഭാതം. മുഖം പൊള്ളിപ്പൊളിയുന്ന പോലെ. ഗബ്രിയേൽ വിനീഷ്യസ് കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു. സൂര്യനെ കണ്ടുണർന്ന തനിക്ക് HD 747 പ്രകാശം താങ്ങാൻ സാധിക്കുന്നില്ല. പേശികൾ വലിഞ്ഞു മുറുകുന്നുണ്ട്. അതിൻ്റെ ഫലമെന്നോണം സുഷുമ്നയിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ഒരു ഞെട്ടലോടെ വിനീഷ്യസ് ചാടി എഴുന്നേറ്റു. ഇന്ന് ഏതാണു ദിവസം? 3214 ഏപ്രിൽ 12. ഇന്നാണ് FPA ഫെഡറേഷൻ ഓഫ് പിൽഗ്രിംസ് ഓൺ എബോർഡിൻ്റെ 12ാമത് സമ്മേളനം. മേജർ സ്പീച്ച് താനാണ്. ഇന്ന് ഭൂമിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുമോ? ഭൂമി, പച്ചപ്പു നിറഞ്ഞ, കടലിരമ്പുന്ന, അരുവികൾ ഒഴുകുന്ന, പൂക്കൾ ചിരിക്കുന്ന ഭൂമി. തൻ്റെ സ്ക്രീനിൽ മിന്നിമായുന്ന ഓരോ ചിത്രങ്ങളിലും ജീവൻ തുടിക്കുന്ന ഭൂമി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നിരവധിയാണ്. ധ്രുവങ്ങളിലെ മഞ്ഞുരുകി, അന്റാർട്ടിക്കയിൽ അവിടെവിടെ ആൽഗകളുടെ പച്ചപ്പ്, തുടരെ തുടരെ ഭൂകമ്പങ്ങൾ, ടൊർണാഡോ, സുനാമി. ഒടുവിൽ ഭൂമിയെ തകർക്കാനെത്തിയ ഭീമൻ വാൽനക്ഷത്രം HD 747. വിനാശകാരിയായ വാൽനക്ഷത്രത്തെ തകർക്കാനായിരുന്നില്ലേ എബോർഡിലേക്കുള്ള യാത്ര? ഇതുവരെയുള്ള എല്ലാ മിഷനുകളും പൂർണ്ണ പരാജയം. ഇപ്പോൾ വെറും പിൽഗ്രിംസ് ഓൺ എബോർഡ്. അയോൺ കാറ്റുകൾ വീശുന്ന എബോർഡിൽ സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണിപ്പോൾ. ഭൂമിയുടെ ഇരട്ടി വലുപ്പമുള്ള HD 747 നിന്നും രക്ഷ നേടാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഭൂമിയുടെ പിണ്ഡവും കുഴപ്പമില്ലാത്ത അന്തരീക്ഷവുമുള്ള എബോർഡിൽ ഇനി എത്ര സ്പേസ് ക്രാഫ്റ്റുകൾ ഇന്ന് ലാൻഡ് ചെയ്യുമെന്ന് കണ്ടറിയണം. ചിന്തകളിൽ നിന്ന് പിൻവാങ്ങി വിനീഷ്യസ് ഒബ്സർവേഷൻ ഹാളിലൂടെ പുറത്തേക്ക് നോക്കി. ഭൂമിയിലേക്കുള്ള കാഴ്ചകൾ അവ്യക്തമായിരിക്കുന്നു. ചുവന്ന ആകാശത്തിൽ HD 747 ജ്വലിക്കുന്നു. അയോൺ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും പ്രിയപ്പെട്ട ഭൂമി, നിനക്ക് അതിജീവിക്കാം. ജീവൻ്റെ അവസാന തുടിപ്പ് നശിക്കുന്നതുവരെ നിനക്കിനിയും പ്രതീക്ഷിക്കാം. ബീപ് ബീപ്. ചിന്തകളുടെ ചങ്ങലക്കുരുക്കിനെ ഭേദിച്ചുകൊണ്ട് ഹ്യൂമനോയിഡിൻ്റെ അലാറം. സമയം വൈകിയിരിക്കുന്നു. ക്വാണ്ടം പെപ്പറെ ചെക്ക് ചെയ്ത് വിനീഷ്യസ് FPA ഹാളിലേക്കുള്ള വാഗൺ ധൃതിയിൽ മൂവ് ചെയ്തു.